തൻ്റെ ജനങ്ങൾക്കെതിരെ പടച്ചോന്റെ മുമ്പിൽ സാക്ഷിയാക്കും. വജഅല ഹാദിഹിൽ ഉമ്മത, ഈ സമുദായത്തെ മൊത്തം അല്ലാഹു ആക്കിയിരിക്കുന്നു ശുഹദാ അലന്നാസ്, കഴിഞ്ഞുപോയ എല്ലാ ജനങ്ങളുടെയും മേൽ സാക്ഷിയാക്കിയിരിക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ ഈ ഹദീസ് ഇമാം ഖുർത്തുബി തൻ്റെ അൽ ജാമിഉ അഹ്കാമിൽ ഖുർആൻ എന്ന തൻ്റെ തഫ്സീറിൽ വഇദാ സഅലക ഇബാദി എന്ന ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട്. 1:237 നോക്കിയാൽ കാണും. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, വകാനത്തിൽ ഉമമു, പണ്ടത്തെ സമുദായങ്ങളായിരുന്നു, തഫ്സഉ ഇലാ അംബിയാഇഹാ, വിഷമവും ബുദ്ധിമുട്ടും വന്നാൽ അവർ ഓടിച്ചെല്ലുക, പ്രയാസങ്ങൾ ഇറക്കി വെക്കുക അവരുടെ നബിമാരുടെ മുമ്പിലാണ്. ഫി ഹവായിജിഹിം, അവരുടെ ആവശ്യങ്ങളിൽ അവർ നബിമാരെ സമീപിക്കും. ഹത്താ തസ്അലൽ അംബിയാഉ ലഹും ദാലിക, നബിമാരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വന്തം അവർ പ്രാർത്ഥിക്കുന്നതിലുപരി കാര്യങ്ങൾ പറയാൻ വേണ്ടി അവർ നബിമാരെ സമീപിച്ച് നബിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മധ്യസ്ഥ പ്രാർത്ഥന, ഉമ്മത്ത് നബിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യത്തിന് ഉമ്മത്ത് നബിനോട് പറയുക, എന്നിട്ട് നബി തങ്ങൾ പ്രാർത്ഥിക്കുക. ഇതാണ് സകല ഉമ്മത്തിൻ്റെയും നില. ഈ ഉമ്മത്തിന് വിശേഷപ്പെട്ടൊന്ന് നൽകി, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോ ഉത്തരം നൽകാം. നിങ്ങൾ മാത്രം പ്രാർത്ഥിച്ചോ, നബിൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ലട്ടോ, നമുക്കൊരു ആനുകൂല്യം കൂടിയും കിട്ടിയെന്നാ പറയുന്നത്. നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാൽ നാം ഉത്തരം നൽകാം എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞു, പണ്ട് നബിമാർക്ക് നൽകിയ ഓഫർ. അപ്പം നബിമാർക്ക് നൽകിയ ഓഫർ ഞമ്മക്ക് നൽകിയിട്ട് നമ്മൾ പ്രാർത്ഥനക്കാരായി മാറിയത് ഈ സമുദായത്തിൻ്റെ സവിശേഷതയാണ്. പൂർവ്വ സമുദായത്തിനൊക്കെ നബിമാരാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നുണ്ട്. ഖുർആനും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്, വഖാലു യാ മൂസ ദുഉ ലനാ റബ്ബക്. മൂസാ നബിൻ്റെ ജനത എവിടെയെങ്കിലും പ്രാർത്ഥിച്ചത് ഖുർആനിൽ പറയണില്ലല്ലോ അധികം. ഖാലു യാ മൂസ ദുഉ ലനാ റബ്ബക്, മൂസ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നബിനെ സമീപിക്കുന്ന സമ്പ്രദായമാണ് അവർക്ക്. ഈ പ്രമാണങ്ങൾ സാക്ഷീകരിക്കുന്ന രീതിയിലാണ് നബിമാരുടെ സമീപിച്ച് നബിമാർ പ്രാർത്ഥിക്കുന്ന രീതിയാണ് മുമ്പന്നേ സമുദായത്തിലുള്ളത്. ഇതിനാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയാറ്. ഓലി എടിയിൽ നിന്നിട്ട് മധ്യസ്ഥന്മാർ പ്രാർത്ഥിക്കുക. ഇത് ക്രിസ്ത്യാനികൾക്ക് കുറച്ചും കൂടി ഇറങ്ങി സുതാര്യമായത്രേ അവരുടെ ഭാഷയിൽ. അവിടെ നമുക്ക് യോജിപ്പില്ലേ? എന്ത്, മനുഷ്യനായി ദൈവം വന്നപ്പോൾ ദൈവവും മധ്യസ്ഥനും ഒക്കെ ഒന്നായി. ദൈവം തന്നെ മകനായിട്ട് അവതരിച്ചപ്പോൾ അപ്പൊ ദൈവമൊക്കെ ഒന്നായി. അപ്പൊ മധ്യസ്ഥതയ്ക്ക് കുറച്ചുകൂടി സുതാര്യത കൂടി എന്നല്ലാതെ പഴയ കാലത്തെ മധ്യസ്ഥതയുണ്ട്. ബാബു പോളിനെ തന്നെ ഞാൻ ഉദ്ധരിക്കട്ടെ. പ്രവാസപൂർവകാലത്ത് മധ്യസ്ഥ പ്രാർത്ഥന പ്രാധാന്യം നൽകി. എന്താ പ്രവാസപൂർവകാലം? ക്രിസ്തുവിന്റെ മുൻപ്, ഈസാനബിന്റെ മുൻപ് 1000 മുതൽ 586 വരെ കൊല്ല. ക്രിസ്തുവിന്റെ മുൻപ് അള്ളാന്റെ റസൂല് ജനിക്കുന്നത് എന്നാ? 600-ല്, 571-ല്. നബിയായി വരുന്നത് 600-ലാണ്. 600-കളിൽ നബിയായി വരുന്ന നബിയാകുന്നത് AD. നബി തങ്ങൾ വരുന്നതിൻ്റെ ഏതാണ്ട് 1000 കൊല്ലവും 1500 കൊല്ലം മുമ്പേ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥന ഖുർആനും ശരിവെക്കുന്നുണ്ട്, പരമ്പരാഗതമായി ആ സമൂഹത്തിൽ നിലനിന്നത്. ഞാൻ അവിടേക്കൊന്നും പറഞ്ഞാൽ സുദീർഘമായി പോകും. അപ്പം നബിമാരുടെ അവതരണത്തിൻ്റെ മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ വേദക്കാരിൽ, പഴയ വേദക്കാരിലും പുതിയ വേദക്കാരിലും, അതായത് ഇഞ്ചീലിൻ്റെ ആളുകളിലും തോറായുടെ ആളുകളിലും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. വിഷമങ്ങൾ വന്നാൽ നബിമാരെ സമീപിക്കുക, നബിമാർ പ്രാർത്ഥിക്കുക. അതവരുടെ മരണശേഷം അവരുടെ ഖബറിടത്തിൽ ചെല്ലുക, അവരോട് പറയുക, അവർ പ്രാർത്ഥിക്കുക, അവരെ മധ്യസ്ഥരാക്കി പ്രാർത്ഥിക്കുക. നമ്മളെ ഭാഷയിൽ തവസ്സുൽ. ഈ തരത്തിലുള്ള പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, മധ്യസ്ഥന്മാരാക്കി അമ്പിയാക്കളെ വെക്കുന്ന ഇടപാട് അവരിലുണ്ട്. നബി തങ്ങൾ വരുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സെന്റ് പോളിന്റെ ക്രിസ്ത്യാനിസം വന്നിട്ടുണ്ടല്ലോ. സെന്റ് പോളിന്റെ ക്രിസ്ത്യാനിസത്തിലുള്ളതാണ് ഇന്നത്തെ നമ്മളെ വേദങ്ങളൊക്കെ. ഇന്നത്തെ നമ്മളെ മത്തായി, ലൂക്കോസ് എന്നൊക്കെ പറയുന്ന വേദങ്ങളില്ലേ, ആ വേദങ്ങൾ അടക്കമുള്ള പുതിയ നിയമ പുസ്തകങ്ങളൊക്കെ സെന്റ് പോളിന്റെ ശേഷമുള്ള ക്രിസ്ത്യാനിസത്തിന്റെ അടിസ്ഥാന. ഇതിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തേ ഉണ്ട്. നബി തങ്ങളുടെ കാലത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉണ്ട്. നബി തങ്ങളുടെ കാലത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നടക്കുന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഖുർആൻ ഇറങ്ങിയിട്ട് ഖുർആൻ എന്തുകൊണ്ട് വേദക്കാരിൽ നിലനിന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ വിമർശിച്ചിട്ടുണ്ട് ഒരു വാക്ക് പറഞ്ഞില്ല? ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. എൻ്റെ സാധാരണക്കാർ ഈ ചോദ്യം കണക്കിലെടുക്കണം. കാഫിറുകളായ വേദക്കാരായ ആളുകളെ ഒരുപാട് വാദങ്ങൾ ഖുർആൻ ഖണ്ഡിച്ചിട്ടുണ്ട്.
ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ്, ദൈവം തന്നെയാകുന്നു യേശുക്രിസ്തു എന്ന് കാഫിരീങ്ങൾ പറഞ്ഞ ക്രിസ്ത്യാനികൾ കാഫിറാൻ. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, ത്രിയേകത്വം പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനികൾ കാഫിറുകളാണ്. ലാ തഖൂലൂ സലാസ ഇൻദഹു, ദൈവം മൂന്നെണ്ണമാണെന്ന് നിങ്ങൾ പറയരുത്, ഇത് നിർത്തണം, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ ദൈവപുത്രനാണ് എന്ന് ജൂതന്മാർ പറഞ്ഞു, തെറ്റാണ്. വഖാലത്തിൻ നസ്വാറൽ മസീഹ് ഇബ്നുല്ലാഹ്, ദൈവപുത്രനാണ് യേശു എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു, തെറ്റാണ്. അപ്പൊ യേശുക്രിസ്തു ദൈവമാകുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. യേശുക്രിസ്തു ദൈവത്തിന്റെ ത്രിയേകത്വത്തിന്റെ ഒരു ഭാഗമാകുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. യേശുക്രിസ്തു പുത്രനായി അവതരിച്ച ദൈവമാകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് അനേകം വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ ഖുർആൻ യേശുക്രിസ്തുവിനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് തെറ്റാണ്, ശിർക്കാണ് എന്ന് എന്തുകൊണ്ട് ഖുർആനിൽ പറഞ്ഞില്ല? ഒരായത്തിന്റെ ശകലമെങ്കിലും വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് കാണുന്നുണ്ടോ? ഞാനിത് ഇസ്ലാമിക പ്രമാണമായി ഉദ്ധരിക്കുന്നതല്ല, ഇസ്ലാമിക പ്രമാണമായി ഉദ്ധരിക്കുന്നതാണെന്ന് മനസ്സിലാക്കേണ്ട, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് മനസ്സിലാക്കി തരികയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുൻപല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ നിലവിലിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ക്രിസ്ത്യാനിസത്തിൽ നിലനിന്നിട്ട്, യേശുക്രിസ്തുവിനോട് നേരിട്ട് അന്യായം പറയുന്ന മധ്യസ്ഥ പ്രാർത്ഥന നിലനിന്നിട്ട്, യേശുക്രിസ്തുവിനെ അനുകരിച്ച വിശുദ്ധന്മാർ എന്ന പേരിലുള്ള മധ്യസ്ഥന്മാരെ വെച്ചിട്ട് ആ മധ്യസ്ഥ പ്രാർത്ഥന നിലനിന്നിട്ട്, വിശുദ്ധ യൂദാസ്ലിഹോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിലനിന്നിട്ട്, ആ മധ്യസ്ഥ പ്രാർത്ഥനയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഖുർആനിക വചനം നബി തങ്ങളുടെ കാലത്തിറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ എവിടെയെങ്കിലും ഉണ്ടോ? നബി തങ്ങളുടെ കാലശേഷം വന്നതാണോ ക്രിസ്ത്യാനിറ്റിയുടെ മധ്യസ്ഥ പ്രാർത്ഥന? അല്ല തന്നെ. സെന്റ് പോളിന്റെ ക്രിസ്ത്യാനിസം നബി തങ്ങളുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് ഉയർക്കൊണ്ടിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ തന്നെ കുസ്തന്തീൻ ചക്രവർത്തി ക്രിസ്ത്യാനിസത്തിന്റെ വേദങ്ങളൊക്കെ ഇന്ന് നിലവിലുള്ള വേദങ്ങൾ അടിസ്ഥാനപരമായി നിർണയിച്ചിട്ടുണ്ട്. ആ സെന്റ് പോളിന്റെ ക്രിസ്ത്യാനിസത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയെ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് എതിർത്തില്ല? അപ്പൊ തൗഹീദിന് വിരുദ്ധമാണെങ്കിൽ അവരെ പറ്റി പറയുമ്പോൾ അടിസ്ഥാന ശിർക്ക് അതല്ലേ പറയാ? അത് ഖുർആൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതൊരു മനസ്സിലാക്കേണ്ട നിലയാണ്. അപ്പൊ മധ്യസ്ഥന്മാരാക്കി അമ്പിയാക്കന്മാരെ വരുന്ന പോയിന്റിനെ വിശുദ്ധ ഖുർആൻ എതിർത്തില്ലെന്ന് മാത്രമല്ല, ഞാനൊരല്പം കൂടി കയറി പറയട്ടെ. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ മധ്യസ്ഥന്മാരാക്കി വസീല എന്ന് പ്രയോഗിക്കുന്ന പ്രയോഗം സ്വഹാബാക്കൾ പ്രയോഗിച്ച പ്രയോഗമാണ്. വാസിത്ത എന്ന് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ വിളിക്കുന്ന പ്രയോഗം ഇസ്ലാമികമാണ്. ഉസത്താ എന്നും വസീത്തുകൾ എന്നും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ പ്രയോഗിക്കുന്ന പ്രയോഗം മധ്യസ്ഥന്മാരുടെ യാളന്മാരെന്ന് അമ്പിയാക്കന്മാരെ പ്രയോഗിക്കുന്നത് ഇസ്ലാമികമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ നബിതങ്ങൾ വന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജിന്നിനായ സഹയാത്രികൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി, രാത്രിയിൽ 2-3 വട്ടം കാലിൽ തവണ മുട്ടിയിട്ടുണർത്തിയിട്ട് അതാ വന്നിരിക്കുന്നു ഖുറൈശി പ്രവാചകൻ എന്ന വിളിയാളം കേട്ടിട്ട് നബിനെ വിശ്വസിക്കാൻ വേണ്ടി യമനിൽ വന്നിട്ട് അള്ളാഹിന്റെ റസൂലിനെ മക്കത്ത് വെച്ച് വിശ്വസിച്ച സ്വഹാബിയാണ് സവാദ് ഇബ്നു ഖാരിബ്. ആ സവാദ് ഇബ്നു ഖാരിബ് ചൊല്ലിയിട്ടുള്ള നബി തങ്ങളുടെ തിരുഹദറത്തിൽ വെച്ച് ചൊല്ലിയിട്ടുള്ള കവിത ലോകപ്രസിദ്ധമാണ്, ഇസ്ലാമിക പ്രസിദ്ധമാണ്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹുജറ ശരീഫയുടെ ചുവരിന്റെ ഭിത്തികളിൽ അത് ലേഖനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നീണ്ട കവിതയിലെ 2 വരി, ഏതാണ് ആ 2 വരി? വഅന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി അബ്നൽ അക്രമീനൽ അതായിബി ഫകുല്ലി ഷഫീഅൻ യൗമൽ അദൂ ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ സവാദി ബിൻ ഖാരിബി. ഈ 2 വരി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹുജറത്ത് ശരീഫയുടെ കവാടത്തിങ്കൽ എഴുതി വെച്ച പദ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ 2 വരിയുണ്ട്. വളരെ കാലമുണ്ടായിരുന്നു. ഇപ്പൊ വഹാബിയത്തിന്റെ സമ്മർദ്ദം കൂടിയിട്ട് പള്ളി പുനഃക്രമീകരിച്ച് വന്ന ശേഷം പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എങ്കിലും കുറെ മുമ്പുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. വിശുദ്ധ റൗദാ ശരീഫിന്റെ വിശുദ്ധ ഹുജറ ശരീഫയുടെ മുഖത്തെഴുതി വെച്ചത് എന്ന് വെച്ചാൽ ലോകപ്രസിദ്ധവും ഇസ്ലാമിക ലോകത്ത് അംഗീകാരവുമുള്ള കവിതയാണിത്. ആ കവിത ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീനത്തെ പള്ളിയുടെ അരികിലൂടെ സവാദ് ഇബ്നു ഖാരിബ് നടന്നു പോകുമ്പോൾ സ്വഹാബാക്കൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ വിളിച്ചിട്ട് സ്വഹാബാക്കൾ നിറഞ്ഞ സദസ്സ് എന്ന് പറഞ്ഞു, നിങ്ങളൊരു കാഹിനാണല്ലോ. കാഹിൻ എന്നാൽ ജിന്ന് സേവക്കാരൻ. നിങ്ങളൊരു ജിന്ന് സേവക്കാരനാണല്ലോ. ഇയാൾ പറഞ്ഞു, ഞാൻ മുസ്ലിമായിരുന്നു.